വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറേ നാളായി ഇങ്ങനെ കണ്ടിട്ട് ലോങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കുറേ നാളായി. കാരണം വേറൊന്നുമല്ല, സമയം കിട്ടാറില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ജോലിയും തിരക്കൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പോൾ കൂടുതൽ വിടാറ്. അപ്പം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഷിയോന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോയാണ് ഇടാൻ പോകുന്നത്. ഈ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭയങ്കര സ്പെഷ്യലാണ്. അത്രയും വലിയ ആഘോഷമൊന്നുമല്ല, ഞാനൊരു ചെറിയ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നടത്തുന്ന സെലിബ്രേഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നേരെ ബർത്ത്ഡേ വ്ളോഗിൽ. അങ്ങനെ ബർത്ത്ഡേക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്ന ചടങ്ങിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലി മാങ്ങാക്കറി, അതുപോലെ ബീഫ് BDF, അതുപോലെ തന്നെ പായസം. പായസം നിർബന്ധമാണല്ലോ ബർത്ത്ഡേക്ക്. അപ്പം അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നില്ല, വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് ഗസ്റ്റ് ഉണ്ട്. അങ്ങനെ ഷിയോൻ ജോലിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത്രയും സംഭവങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. പിന്നെ വൈകുന്നേരമാണ് ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചേക്കണേ. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ ബർത്ത്ഡേ പാർട്ടിക്ക്. സോ അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് എല്ലാത്തിലും കാറ്റൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേയുടെ എഴുതുമ്പോൾ അതിനകത്ത് ഇതേപോലത്തെ ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിറച്ചിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി വെക്കാനായിട്ട്. അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ബലൂൺ വീർപ്പിക്കണം. ബലൂൺ നിർബന്ധമാണല്ലോ, ബലൂണൊക്കെ കെട്ടണം, സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ബലൂൺ വീർപ്പിച്ച് ഞാൻ ആദ്യം മറ്റേ ടൂളെടുത്താണ് വീർപ്പിച്ചത്. പിന്നെ അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ വായു തന്നെ ഉപയോഗിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇത് എവിടെ ഒട്ടിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനലി പ്ലേസും ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ദേ ബർത്ത്ഡേ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചു, സെറ്റാക്കി, ബലൂണൊക്കെ വെച്ചു, മേശയൊക്കെ അറേഞ്ച് ചെയ്ത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അയക്കുന്നത്. എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ലിബിനും അലിനിയും വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വൈകിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും ഷിയോൻ്റെയും ഫസ്റ്റ് ബർത്ത്ഡേ ജർമ്മനിയാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അത് ഒന്ന് നല്ല രീതിയിൽ കളറാക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറേ സ്പെഷ്യാലിറ്റിയും കുറേ ഇതുണ്ട്. അപ്പോൾ അതൊരു അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിച്ചു. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗൊക്കെ, ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ചെറിയ ഷോർട്സ് ആക്കിയിട്ട് ഷോർട്ട് സെക്ഷനിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അവിടെ പോയി കാണാം. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങളൊക്കെ. പിന്നെ സെലിബ്രേഷൻ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഇടയിൽ ഒരു ഇതാണല്ലോ. അങ്ങനെ ഒക്കെ കൊടുത്തു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ അവിടെ വെച്ച് കുറച്ച് തിന്നു. അപ്പോൾ ഈ ഒരു സംഭവം നല്ല പൊളിപ്പായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് എല്ലാവരുടെ മുഖത്തും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നല്ല മധുരമൊക്കെ ആയിരുന്നു എന്നാണ്, പക്ഷേ ഒടുക്കത്തെ പുളിയായിരുന്നു അതിന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകിട്ടത്തേക്ക് എക്സ്ട്രാ ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കനും ബീഫ് BDFും മാങ്ങാക്കറിയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക. ബൈ.